എത്തിച്ചത്. ഭയങ്കര സപ്പോർട്ടാ. വീട് വെച്ച് തന്നപോലെ ഓർത്തഡോക്സ് സഭയാണ്. ദേവലോക അരമനയിലെ ബാബ തിരുമേനി. ഒരു വർഷമായില്ല അമ്മ വീട് വെച്ചിട്ട്? ഒറ്റ വർഷം അവിടെ തന്നു. ഞാൻ തന്നെ സിനിമ ചെയ്തു. അവിടെ നിന്ന് 8 ലക്ഷത്തിന്റെ വെച്ച് വന്നു. 8 ലക്ഷത്തിന് മുകളിലായി എനിക്ക് ബാക്കി ചെലവെല്ലാം കൂടെ. മൊത്തം എത്ര പൈസയായി വീട്? 525 സ്ക്വയർ ഫീസിന്റെ വീടാ വന്നത്. നല്ല എൻ്റെ സ്വർഗവാ മോളെ. അതിനകത്ത് എനിക്കൊരു വേദനയില്ലെന്നുള്ളതാ. അവിടെ നിന്ന് ഇരിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും ആളുകൾ, കലാകാരും ഇന്റർവ്യൂവിനും എല്ലാം ആളുകളൊക്കെ വരുമ്പോൾ ഞാൻ ഏതോ മരിച്ചു കഴിഞ്ഞ് സ്വർഗത്തിൽ പോകണ്ട. എൻ്റെ സ്വർഗം അതാ. നമുക്ക് സ്ഥലം ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പൊ ഇല്ല, ഞാൻ വാടകയ്ക്കൊക്കെ താമസിച്ചു. 5 വർഷം താമസിച്ചു. ഒത്തിരി വേദനകൾ എന്ന് പറഞ്ഞാൽ ഇല്ലായ്മ അന്നോ വസ്ത്രം മുട്ടിയിട്ടില്ല. നാടകത്തിനൊക്കെ പോകും, വാങ്ങിക്കുന്ന ഡ്രസ്സുകൾ അടിപൊളി ഡ്രസ്സുകൾ ഇന്നും അതെല്ലാം. പക്ഷേ അന്നവും വസ്ത്രം മുട്ടിയിട്ടില്ല. പക്ഷെ നമുക്ക് ഇഷ്ടത്തിനൊന്നും ഇവിടുന്ന് അവിടെ വരെ ഒന്ന് ഓട്ടോ വിളിച്ചു പോകണം, പെട്ടെന്നൊരു യാത്ര ചെയ്യണം, ഒരു വണ്ടി വിളിച്ചു പോകണം, ഒക്കെ നമ്മുടെ കയ്യിൽ പൈസ സാമ്പത്തിക ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ എന്തായാലും നമുക്ക് വീടായല്ലോ. അപ്പോൾ ആ ഇടം ഉണ്ട്, കിടക്കാനൊരിടം, കടമില്ലാത്ത വീട്, പാവങ്ങളെ സഹായിക്കുന്ന ഒരു രീതിയും കൂടെ ഉണ്ട്. സിനിമ ചെയ്തിട്ടല്ല, അത് പണ്ട് മുതലേ ഉള്ളവർ എൻ്റെ മാതാപിതാക്കളെ കണ്ട് വളർന്നതല്ലേ. അതുകൊണ്ട് ആ ഒരു ദാനശീലം, അർഹതപ്പെട്ടവരെ അത് കൊടുത്ത് സഹായിക്കാൻ ഒരു മനസ്സ് എൻ്റെ ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. അതെൻ്റെ ജന്മത്തിലെ മാതാപിതാക്കളെ നോക്കിയതും ഇതും എൻ്റെ ഒരു സംതൃപ്തമായ ഒരു ജീവിത രീതിയാണെന്ന് എനിക്ക് ആത്മസംതൃപ്തിയാണത്. നമ്മുടെ ജീവിതത്തിന്റെ പുണ്യമാണത്. അതെ, എല്ലാരെയും സഹായിക്കാന്ന് പറയുന്നത്. അമ്മക്കപ്പോ ഇപ്പൊ വീട് വെച്ചിട്ട് എന്തെങ്കിലും കടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്? ഒരു കടവും ഇല്ലാത്ത ഒരു വ്യക്തിയാണ്. ആരോഗ്യമുള്ള ഒരു ശരീരവും കടവില്ലാത്ത ഒരു ജീവിതം ഉണ്ടെങ്കിൽ അതാണ് നമ്മുടെ സമ്പത്ത്.